നമസ്തേ. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം നിർമ്മിച്ച എൻ്റെ ബാല്യകാല സുഹൃത്തും ഒന്നിച്ച് പഠിച്ച എൻ്റെ ഒരു സ്നേഹിതനും കൂടിയായ ഇന്ന് ലോകമറിയുന്ന ഏറ്റവും വലിയ ശിവലിംഗം സ്ഥാപിച്ച മഹേശ്വരാനന്ദ സ്വാമിയോടും അതോടുകൂടി ഇവിടെ മുഖ്യ പ്രഭാഷണത്തിനും ആശംസയും അർപ്പിക്കുന്നതിന് വേണ്ടിയിരിക്കുന്ന വേദിയിലെ മഹാനായ വ്യക്തികളും അനന്തപുരിയുടെ അഭിമാനങ്ങളായിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഗുരുക്കളെ, എല്ലാവർക്കും ഒരായിരം നന്ദി. മുരുക സംഗമം എന്ന് പറഞ്ഞ് തുടങ്ങി ഇപ്പോൾ ചെറുപ്പക്കാരാണ് എൻ്റെ പിന്നിലെന്ന് പറഞ്ഞു പോയ ശ്രീമാൻ ഗോപാൽജി, ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ചെറുപ്പക്കാരനായിട്ട് പ്രവർത്തിച്ചെന്ന് ഈ സംഘടിച്ച ഈ മഹാസംഗമം, അതിൻ്റെ ഭാഗം കൂടെയാണ് ഞാനും. ചെങ്കോട്ടുകോണം സ്വാമി തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അനന്തപുരി ഹിന്ദു സമ്മേളനം മുതൽ ഇന്ന് നടക്കുന്നതായിട്ടുള്ള മുരുക സംഗമം, ഇതിൻ്റെയൊക്കെ ആവശ്യമെന്തെന്ന് കേട്ടാൽ പലർക്കും അത് അറിയില്ല. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതാരെന്ന് കേട്ടാൽ ഒട്ടും കഴിവില്ലാത്തവരാണ്, പക്ഷെ അവർ വിശ്വാസികളാണ്. ഇന്ന് മുരുക ഭഗവാന്റെ ഏറ്റവും വലിയ രൂപം വിഗ്രഹം എവിടെയാണെന്ന് കേട്ടാൽ അത് ഇന്ത്യക്ക് വെളിയിലാണ്, മലേഷ്യയിലാണ്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ ഗണപതി ഭഗവാന്റെ വിഗ്രഹം കേരളത്തിൽ എവിടെ നിന്ന് കേട്ടാൽ നമുക്ക് തീർച്ചയായും പറയുവാൻ സാധിക്കും, അത് പാളയത്താണ്. ഏതൊക്കെ രീതിയിലാണോ സനാതന ധർമ്മത്തെ അവഹേളിക്കുക, ഇല്ലാതാക്കുക, ഇന്ന് നാം കേരളത്തിൻ്റെ വെളിയിൽ പോകുമ്പോൾ, ഞാൻ ബോംബെയിലൊക്കെ പോകുമ്പോൾ നമ്മെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ വന്ന് കേൾക്കുന്നു, നിങ്ങളുടെ കേരളം ഞങ്ങൾ ആരാധിക്കുന്ന എല്ലാ വർഷവും പോകുന്ന ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റുന്ന ഗവൺമെൻറ്റാണോ അവിടെ ഭരിക്കുന്നത്? കേൾക്കുമ്പോൾ തന്നെ വളരെ നാണക്കേടാണ്. അതേപോലെ ഒരു അവഹേളനമായിരുന്നു പാളയം എന്ന് പറഞ്ഞാൽ. അത് മതസൗഹാർദ്ദത്തിൻ്റെ ഇനിയൊരു പേരെന്നൊക്കെ പറയുമായിരുന്നു. അവിടെ ഒരു ഏറ്റവും നല്ല മുസ്ലിം മോസ്ക് ഉണ്ട്, നല്ലൊരു ചർച്ചുണ്ട്, അതോടുകൂടി ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഓടിട്ട, ഇന്ന് ദേവസ്വത്തിൻ്റെ സ്വത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് അറിയണം, അത് ഒരു 90 സെൻറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ്, അതിപ്പം 9 സെൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പലരും കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതൊരു ഓടിട്ട് ഒരു മേൽശാന്തിമാർക്ക് ശിക്ഷ കൊടുക്കുന്ന, അവർക്ക് വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രമായിട്ടായിരുന്നു ആ ഗണപതി ക്ഷേത്രത്തെ വച്ചിട്ട് നമ്മളെല്ലാം പറയുമായിരുന്നു ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഇനിയൊരു പേരാണെന്നൊക്കെ. പക്ഷേ ഈ നമ്മളുടെ ഈ സംഘടന അത് മാറ്റി ഏറ്റവും വലിയൊരു ഗണപതി ഭഗവാനെ അവിടെ സ്ഥാപിക്കുവാനും ഇന്ന് അവിടെ പോയാൽ പാളയത്ത് കാണുവാൻ സാധിക്കുന്നത് യഥാർത്ഥ മതസൗഹാർദ്ദമാണ്. ഇത് നമുക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ ഈ മാറ്റം കേരളത്തിൽ ആവശ്യമാണ്. ഇന്ന് കേരളവും ബംഗാളും തമിഴ്നാടുമാണ് സനാതന ധർമ്മത്തെ ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കി ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാം എല്ലാം സഹിച്ചൊക്കെ അതെല്ലാം ആരുടെ മുന്നിലും ശബ്ദിക്കാതെ തല ഉയർത്തി നിൽക്കാതെയൊക്കെ നിൽക്കുന്നത് നമ്മളുടെ തെറ്റാണ്. ഒരുപാട് 45 വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയുടെ ഭരണം ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചു, ഇത് യാഥാർത്ഥ്യമാണ്. അതേപോലെ മഹാരാഷ്ട്രയിൽ ഇന്ന് വളരെ സന്തോഷിക്കേണ്ട ദിവസമാണ്.
25 വർഷമായിട്ട് കാവിക്കൊടിയുടെ മിസ്യൂസ് ചെയ്തിരുന്ന ആ ബാൽ ഠാക്കറെ ഫാമിലിയുടെ അഡ്രസ് ഇന്ന് ഇല്ലാതായി. മഹാരാഷ്ട്രയിലെല്ലാം BJP സഖ്യം ജയിച്ചു, കോർപ്പറേഷൻ എല്ലാം അവർ പിടിച്ചെടുത്തു. ഇത് കാലത്തിൻ്റെ മാറ്റമാണ്. ഈ കാലത്തിൻ്റെ മാറ്റം കേരളത്തിലും വരണം. സനാതനധർമ്മം അത് നമ്മളുടേതാണ്. ഒരിക്കലും അത് ആരെക്കൊണ്ടും നശിപ്പിക്കുവാൻ സാധിക്കില്ല. അത് സ്വർണ്ണമോഷണോ അയ്യപ്പനെ ഇല്ലാതാക്കിയത് കൊണ്ടല്ല, അതിൽ 10 മടങ്ങ് അയ്യപ്പൻ എങ്ങനെയാണോ ഓരോരുത്തരായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അത് ഓരോരുത്തരായിട്ട് ജയിലിൽ പോകുന്നു, അതിൽ കണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കി ഈ മുരുക സംഗമത്തിനെത്തിയിട്ടുള്ള എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു.